Welcome to all. I am Satish Kumar. Diploma second semester ട്രിപ്പിളി EC CT ക്കൊക്കെയുള്ള ബേസിക് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലേക്കുള്ള പുതിയ ഒരു എക്സ്പെരിമെന്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് വോൾട്ടേജ് ആൻഡ് കറന്റ് AC സർക്യൂട്ട് സീരീസ് പാരലൽ നോക്കി. ഇന്ന് വോൾട്ടേജ് ആൻഡ് കറന്റിൻ DC പാരലൽ സർക്യൂട്ടാണ്. വ്യത്യാസമൊന്നും വരുന്നില്ല. AC പാരലൽ സർക്യൂട്ട് സെയിം തന്നെയാണ്. സപ്ലൈ സോഴ്സ് മാറുന്നു, അതോടൊപ്പം തന്നെ അമ്മീറ്റേഴ്സും വോൾട്ട്മീറ്റേഴ്സും മാറിയിട്ട് പകരം MC മാറി, മൂവിംഗ് അയൺ മാറിയിട്ട് MC മൂവിംഗ് കോയിൽ ആയിട്ട് മാറുന്നു. അത്രേ ഉള്ളൂ. MI മാറി MC ആവുന്നു. സപ്ലൈ നേരത്തെ 240 വോൾട്ട് AC ആയിരുന്നെങ്കിൽ ഇവിടെ 220 വോൾട്ട് DC ആവുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. 220 അല്ല 240 വരുന്നുണ്ട്. നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 240 വരുന്നുണ്ടെങ്കിലും നോർമലി നമ്മൾ 220 വോൾട്ട് എന്നേ പറയാറുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നമുക്ക് നോക്കാം. നേരത്തെ കൊടുത്ത അതേ ലാമ്പുകൾ തന്നെയാണ്. 60 വാട്ട്, 100 വാട്ട്, 200 വാട്ട് തന്നെയാണ്. വേറെ ഒന്നും മാറ്റമില്ല. അപ്പോ സർക്യൂട്ടും സെയിം തന്നെയാണ്. പാരലൽ തന്നെയാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അമ്മീറ്റേഴ്സ് ഉണ്ട്. ഓരോ ലാമ്പിനും ഒരു കോമൺ അമ്മീറ്റർ ഉണ്ട്, വോൾട്ട്മീറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇവിടെ ഇതൊരു ബോർഡ് കിറ്റ് പോലെയാണ്. അപ്പൊ കിറ്റ് പോലെ നമുക്ക് അതിനകത്ത് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ആ ബോർഡ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കുകയാണ്. വോൾട്ട്മീറ്റർ ലെഫ്റ്റ് സൈഡിലെ ബൾബിന്റെ സൈഡിലായിട്ട് വോൾട്ട്മീറ്റർ ഉണ്ട്. പിന്നെ 4 അമ്മീറ്റേഴ്സ് ഉണ്ട്. ഒരെണ്ണം I ആണ്, പിന്നെ ഒരെണ്ണം I1, I2, I3. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഞാനിപ്പോ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ലാമ്പ് കിറ്റിലെ ബൾബുകളെല്ലാം കത്തിയിട്ടുണ്ട്. അപ്പൊ മീറ്റേഴ്സ് എല്ലാം റീഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആക്യുറേറ്റ് റീഡിംഗ് ഓരോ മീറ്ററായിട്ട് നമുക്ക് സെപ്പറേറ്റ് കാണാം. ഇതിപ്പോ ഒരു 200 വാട്ടിന്റെ ലാമ്പിന്റെ ആണ്. ഏകദേശം 1.3 ഇത് 200 അല്ല, ടോട്ടൽ ആംബിയറിന്റെ. അടുത്തത് ഏകദേശം വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു 60 വാട്ടിന്റെ ബൾബിന്റെ, ഇത് 100 വാട്ടിന്റേത്. ആംബിയർ കൂടി വരുന്നുണ്ടല്ലേ. ഇതിപ്പോ 200 വാട്ടിന്റേത്. ഞാൻ നേരത്തെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നു. ടോട്ടൽ ആംബിയർ ഇത്രയും. ഓക്കെ, അപ്പോൾ ആ 60 വാട്ട് ലാമ്പിന്റെ അമ്മീറ്റർ പ്ലസ് 100 വാട്ട് ലാമ്പിന്റെ അമ്മീറ്റർ പ്ലസ് 200 വാട്ട് ലാമ്പിന്റെ അമ്മീറ്റർ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനഫറൻസ് നമുക്ക് നോക്കണം. ഇനഫറൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, നമ്മുടെ വിഷൻ എറർ ആണോ, മീറ്ററിന്റെ സീറോ പൊട്ടൻഷ്യൽ എറർ ആണോ എന്നുള്ളതൊക്കെ നമുക്ക്, കാലിബ്രേഷൻ എറർ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ കണ്ട അതേപോലെ തന്നെ ടാബുലേഷൻ കോളം എങ്ങനെയാന്ന് നോക്കാം. ഇപ്പോ കറണ്ട് നേരത്തെ അതേപോലെ തന്നെയാണ്. ടോട്ടൽ ആംബിയർ എത്ര, ടോട്ടൽ വോൾട്ടേജ് എത്ര, അക്രോസ് 60 വാട്ട് I1 എത്രയാണ്, അതുപോലെ I2 എത്രയാണ്, അതായത് 100 വാട്ടിന് അക്രോസ് എത്രയാണ്, I3 200 വാട്ടിന് അക്രോസ് എത്രയാണ്. ഇനി ടോട്ടൽ കറണ്ട് എന്നുള്ള I I1 + I2 + I3 തന്നെയാണ്. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതേപോലെ തന്നെയാണ്. കൂടാതെ നമ്മൾ പവറും കൂടെ കണ്ടുപിടിക്കണം. പവർ എന്ന് പറയുന്നത് ആദ്യത്തെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത്രയും കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ കഴിഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് 4 റീഡിംഗ് എടുക്കുക. ഇതിനെല്ലാം ടാബ്ലറ്റ് കോളം വരച്ച് എഴുതുക. അത് അതുപോലെ എഴുതി കൊടുക്കുക. അതായത് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് മീറ്ററിന്റെ കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അതുപോലെ എങ്ങനെയാണെന്നുള്ള അതിന്റെ റീഡിംഗ് എല്ലാം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സെയിം കാറ്റഗറിയിൽ അതേപോലെ പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ എത്തുന്നതുവരെ കാത്തിരിക്കുക. താങ്ക് യു.